ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫോഗ് ലാമ്പിൽ എടുത്ത് പറയാനുള്ളൊരു നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ IC എഞ്ചിൻ മാറിയൊരു EV ആയി, അതുപോലെ തന്നെ താഴെ ഒരു ബാറ്ററി പാക്കും കൂടെ അഡീഷണൽ വന്നു എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിയും അതിൻ്റെ ബോഡിയും സെയിമാണ്. ഇതാണ് ഒരു കീടു സാധനം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ ടു ലോഡാണ് ഈ വരുന്നത്. ഇത് ഞാൻ പൊതുവെ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇത് വെഹിക്കിൾ ടു ലോഡാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും സൺറൂഫ് ഓപ്പൺ ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ലോക്ക് കീ ഇതേ നമുക്ക് കാണാൻ സാധിക്കും. കീയാന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയും പ്ലെയിനാണ്, ഇവിടെയും പ്ലെയിനാണ്. പിന്നെ എവിടെയാണ് എല്ലാ ഗ്ലാസ്സുകളും ഓട്ടോമാറ്റിക്കായിട്ട് താഴും. യെസ്, ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ക്ലാവിസ് EV ആണ്. അതായത് ഏറ്റവും പുതിയ മോഡൽ 7 സീറ്ററിൽ വരുന്ന EV വാഹനമാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള. ഏതായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല കിടുവാണ് ഈ ഒരു മോഡൽ. അതായത് ഒരു 7 സീറ്ററിൽ EV വരുന്ന കുറച്ച് അപൂർവമാണ്. കാരണം നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളൊരു 5 സീറ്റർ EV ആണ്. ഏതായാലും നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫുൾ വിശേഷങ്ങളും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡും ഇതിനകത്ത് വന്നിരിക്കുന്ന കുഞ്ഞു അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഇതിൻ്റെ ഫ്രണ്ട് കൊണ്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു വ്യത്യാസവും പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല. ആകെപ്പാടൊരു വ്യത്യാസം എടുത്ത് കാണിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്കൊരു വ്യത്യാസം കാണാം. താഴത്തെ കുറച്ച് ഭാഗങ്ങൾ ക്ലോസ്ഡ് ആയിട്ടുണ്ടെന്ന് മാത്രം നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യത്തുള്ളൂ. അതും ഒരു ക്ലാവിസ് വെച്ചുള്ളൊരു ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ക്ലാവിസ് EV ആയ സമയത്ത് ഓപ്പൺ ചെയ്യാൻ വേണ്ടത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതൊരു ചാർജിങ്ങിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ബാറ്ററിയുടെ ലെവൽസും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാൻ സാധിക്കും. EV ആയതിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം ഈ ഒരു പോയിന്റിലാണ് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ സാധിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ടൈഗർ നോസ്, കണക്റ്റഡ് DRLs വരുന്നുണ്ട്. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. സ്റ്റാർ മാപ്പ് പോലത്തെ ഹെഡ്ലൈറ്റ് നമുക്കിവിടെ കിട്ടുന്നത് അത് ഹൈയും ലോയും ഇതിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് വരുന്നത്. അത് ഐസ് ക്യൂബ് ടൈപ്പാണ് ഇവിടെ വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ. ഇതിലൊന്നും നമ്മുടെ നോർമൽ ക്ലാവിസ് വെച്ചുള്ളൊരു വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. 4 പാർക്കിംഗ് സെൻസേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫോഗ് ലാമ്പിൽ എടുത്ത് പറയാനുള്ളൊരു നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു പോർഷൻ എനിക്ക് കണ്ടിട്ട് തോന്നുന്നതാണ്, പ്രത്യക്ഷത്തിൽ ഞാൻ കാഴ്ചയിൽ മാത്രം പറയുന്നൊരു കാര്യമാണ്. ഇത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഇത് ഉള്ളിലിരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ്റെ ഒരു തടസ്സം കൊണ്ട് വെട്ടം ഈ ഒരു ഏരിയ കവർ ചെയ്യാനുള്ള ചാൻസസ് കുറച്ച് കുറവായിരിക്കും. അതായത് ഒരു ഫോഗ് ലാമ്പിൻ്റെ ഉപയോഗം കിട്ടാൻ ചാൻസസ് കുറവാണെന്ന് എനിക്ക് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നു. ഏതായാലും പ്രാക്ടിക്കലി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമുക്കിവിടെ ആക്റ്റീവ് ഫ്ലാപ്സ് കാണാൻ സാധിക്കും. ഈ ഒരു ഫ്ലാപ്പ് ശരിക്കും എയർ ഇൻടേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കണ്ടൻസർ യൂണിറ്റ്, നമ്മുടെ AC കണ്ടൻസർ യൂണിറ്റൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ബാറ്ററി കൂൾ ചെയ്യിക്കാനും ഒക്കെ ആയിട്ട് ഇത് ആക്റ്റീവായിട്ടിരിക്കും. നമ്മൾ കീ ഓൺ ചെയ്ത്, അതായത് വാഹനം ഓൺ ചെയ്ത് റൺ ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആയിരിക്കും, അല്ലാത്ത സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ റഡാർ കാണാൻ സാധിക്കും. നമ്മുടെ ADAS ലെവൽ 2 ഫീച്ചർ നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. ADASൻ്റെ ഫീച്ചറിന് വരുന്ന ക്യാമറയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. താഴെ ഒരു ചെറിയ സ്കിഡ് പ്ലേറ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നൊരു രീതി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്ന. ഒരു 360 ഡിഗ്രിയുടെ ക്യാമറയും ഇവിടെ അവൈലബിൾ ആണ്. എങ്കിൽ സൈഡിൽ പ്രത്യക്ഷത്തിൽ ഒരു വ്യത്യാസം തന്നെ നമ്മുടെ ക്ലാവിസുമായിട്ട് വരുന്നില്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ഒത്തിരി ഗുണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ IC എഞ്ചിൻ മാറിയൊരു EV ആയി, അതുപോലെ തന്നെ താഴെ ഒരു ബാറ്ററി പാക്കും കൂടെ അഡീഷണൽ വന്നു എന്നല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോഡിയും അതിൻ്റെ ബോഡിയും സെയിമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലാഡിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഫെൻഡർ യൂണിറ്റ്, ടയറിൻ്റെ സൈസ് വരുന്നത് 215 55 R17, 215 55 R17 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. 17 ഇഞ്ചാണ് വരുന്നത്. എയറോ അലോയ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഡയമണ്ട് കട്ട് ഡ്യുവൽ ടോൺ അലോയ് ആണ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. പ്രത്യേകിച്ച് നമുക്ക് EV വാഹനമാകുമ്പോഴത്തേക്കും ഷേപ്പ് കാണുമ്പോഴത്തേക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. നല്ല രീതിക്ക് അതിൻ്റെ കൂളിംഗ് ഫീച്ചറും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിക്കുള്ള ടയേഴ്സ് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം. സൈഡ് മിറേഴ്സ് കാണാൻ സാധിക്കും. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. 360 ഡിഗ്രിയുടെ ക്യാമറയും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ റിക്വസ്റ്റ് സ്വിച്ചും നമുക്ക് ഈ ഡ്രൈവർ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ താഴെ അതിൻ്റെ ഡോറിൻ്റെ ബീഡിങ്സും കാര്യങ്ങളൊക്കെ ഇങ്ങറ്റം വരെ വരുന്നുണ്ട്. ഇവിടെ ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു SUVയുടെ ഒരു ഫീല് പോലെയൊക്കെ നമുക്ക് ഈ ഒരു MPV ഫീൽ ചെയ്യിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ റൂഫ് റെയിൽസ് ഡു നോട്ട് ലോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലോഡോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വെക്കാൻ സാധിക്കത്തില്ല. അതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ.
അത് കഴിഞ്ഞ് നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഏതായാലും ഈ ക്വാർട്ടർ പാനലിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോരുന്നത്. ഇതൊരു കണക്റ്റഡ് ടെയിൽ ലാമ്പാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. കാണാൻ നല്ല രസമുണ്ട്. രാത്രിയൊക്കെ ഇത് ഇട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഫുൾ ലെങ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഈ വാഹനത്തിൻ്റെ ഒരു ഫുൾ ലെങ്ത് നമുക്കിവിടെ മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാഷർ ഫ്ലൂയിഡിൻ്റെ സ്പ്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റിയർ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. നല്ല നീളമുണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനെ നമുക്കിവിടെ അവൈലബിൾ ആണ്. റിയർ ഡി ഫോഗേഴ്സ് വരുന്നുണ്ട്. ഇതാണ് പ്രത്യക്ഷത്തിൽ ഒരു മാറ്റം എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. അതായത് ക്ലാവിസ് EV എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിൽ മാത്രം നമ്മൾ ഒരു EVയുടെ ബാഡ്ജ് കാണുന്നുള്ളൂ. അല്ലാതെ ചില വാഹനങ്ങൾ നമുക്കറിയാം EV ആണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കുറച്ച് കളർ ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ ഇവിടെ സൈഡിൽ കാണും. പക്ഷേ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഈ വാഹനം EV ആണോ അല്ലയോ എന്നുള്ളത് വ്യക്തമാകത്തില്ല ഈ ഒരു അലോയ് കാണുന്നത് വരെ. അലോയ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അതൊരു EV തന്നെയാണ്. ബാക്കിൽ 3-4 സെൻസേഴ്സ് നമുക്ക് ബാക്കിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ഇതിനകത്താണ് സ്വിച്ച് വരുന്നത്. അതുപോലെ തന്നെ 360 ഡിഗ്രിയുടെ ഒരു ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും. 2 ലൈസൻസ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ട് വരുന്ന 216 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇവിടെ നമുക്ക് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്പെയർ വീൽ വരുന്ന ഈ വാഹനത്തിൻ്റെ അടിയിലാണ് സ്പെയർ വീൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ 2 സീറ്റും റിക്ലൈൻ ചെയ്തിടാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ബാക്കിലത്തെ സീറ്റുകൾ നമുക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ സ്ഥലം പിന്നെയും കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതായത് ഒരു വൈഡ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഈ ഒരു പോർഷൻ മാത്രമല്ല, ഫ്രണ്ടിലുള്ള സീറ്റുകൾ നമുക്ക് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ നമുക്കുള്ളിൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ബൂട്ട് സ്പേസിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത് LED അല്ല, അത് മാത്രം ഒരു മോശമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഹുക്ക് വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം തൂക്കിയിടാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ സൈഡിലൊരു സബ് വൂഫറും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്തോട്ട് കയറി അകത്തെ വിശേഷങ്ങളൂടെ പെട്ടെന്ന് നോക്കാം. നമുക്ക് വാഹനത്തിന് അകത്തോട്ടൊന്ന് കയറാം. ആദ്യം തന്നെ ഡോർ പാഡ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം. അതായത് ഇത്ര ഒരു പോർഷൻ്റെ ഒരു ഡിഫറൻസ് നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ചേഞ്ച് ചെയ്യാൻ ഞാൻ അകത്തോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഒരു ലോക്ക് ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്ന സ്വിച്ച്. ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാണാം. റൈറ്റ് ലെഫ്റ്റ് മിറർ സെലക്ട് ചെയ്യാം. മിറർ ഫോൾഡിംഗ് സ്വിച്ച്, ലോക്ക് അൺലോക്ക്, എല്ലാം മിറേഴ്സും 1 ടച്ച് ഡൗണും 1 ടച്ച് അപ്പും ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ മിറേഴ്സ് എല്ലാം അല്ലെങ്കിൽ ഗ്ലാസ് എല്ലാം ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്ക് സ്വിച്ച് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഒരു ചെറിയൊരു ആംറസ്റ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ഒരു ആംബിയൻ ലൈറ്റ് കാണാൻ നിങ്ങൾക്ക് എൻ്റെ കൈ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡോർ അടയ്ക്കാൻ വേണ്ടി ഇവിടെ പിടിച്ച് നമുക്ക് ഡോർ അടയ്ക്കാനും സാധിക്കും. ഇവിടെ എന്തെങ്കിലും ചെറിയ രീതിക്ക് വെക്കാൻ വേണ്ടിയുള്ളൊരു പോർഷനും കൂടെ വേണമെങ്കിൽ പറയാം. അതായത് ഒരു ചെറിയൊരു സ്പേസ് ആണ് ഇതിൻ്റെ അടി കൊടുത്തിരിക്കുന്നത്. അതും നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ നമുക്കിവിടെ അത്യാവശ്യം നല്ല ഏരിയ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഒരു അംബ്രല്ല ഹോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്തോട്ട് ഒരു ചെറിയ അംബ്രല്ലാസ് ഒക്കെ കയറ്റി വെക്കാൻ, കുടയൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് കയറ്റി വെക്കാം. അതുപോലെ തന്നെ 1, 2, 3 ബോട്ടിൽസ് വെക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബോസിൻ്റെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ട്യൂട്ടറും വരുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഉള്ള വിശേഷങ്ങളൊന്ന് പറഞ്ഞു തരാം. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മെക്കാനിക്കൽ ടൈപ്പാണ് വരുന്നത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ റിക്ലൈനർ അഡ്ജസ്റ്റബിളും ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് ഇലക്ട്രിക് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് മെമ്മറി ഫംഗ്ഷനോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട. ആദ്യം തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമുക്ക് കാണാൻ സാധിക്കും. അത് നല്ല കീടു ലുക്കാണ്. കാരണം ഇത് പുതിയതാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമ്മൾ ഈ ഒരു മോഡല് സിറോസ് തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. അതായത് ഒരു ഡ്യുവൽ ഡി കട്ട് മോഡൽ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീല് എവിടെ നിന്നൊക്കെയോ നോക്കിക്കഴിഞ്ഞാൽ തലതിരിഞ്ഞിരിക്കുന്നതാണോ എന്നുള്ളൊരു ഫീല് നമുക്ക് തോന്നും. എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് സ്പീക്കറൊക്കെ ആണോ എന്നൊരു ഡൗട്ട് തോന്നും, പക്ഷേ സ്പീക്കേഴ്സ് അല്ല. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ട് താഴെയാണ് ഇതിൻ്റെ AC വെൻറ്റ് വരുന്നത്. നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ നല്ല രസം. ഡോറ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തേ അതുപോലെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, അവിടെ നിന്ന് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ആ ലൈറ്റ് പോകുന്ന കാണുമ്പോൾ നല്ലൊരു രസം നമുക്കത് ഫീൽ ചെയ്യും. കണ്ടോ, ഇങ്ങനെ ഒരു ഫീല് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കിംഗ് ബ്രേക്ക് കാണാൻ സാധിക്കും. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് അപ്പ് ചെയ്യാം, ഡൗൺ ചെയ്യാം. ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂസ് ബോക്സും നമുക്ക് OBD റീഡറും വേണ്ട ഇവിടെയാണ് വരുന്നത്. ഫ്യൂസസും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. OBD കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ടർ ഇവിടെ വരുന്നുണ്ട്. ഫ്യൂസിൻ്റെ എല്ലാ ഡാറ്റാസും നമുക്കത് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇടുവല്ലേ. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. റൈറ്റ് സൈഡിലെ നോബുകളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇത്
ഹെഡ്ലൈറ്റിൻ്റെ നോബാണ് വരുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഓട്ടോ മോഡ്, പാർക്ക് മാത്രം ഇടുന്ന പാർക്ക് മോഡ്, ഹെഡ്ലൈറ്റ് ഓൺ പൊസിഷൻ, ഇത് ഫോഗ് ലാമ്പാണ്, ഫോഗ് ലാമ്പ് ഓൺ ഓഫ് വരുന്നുണ്ട്. ഇനി ഓട്ടോ ഹൈ ബീം അസിസ്റ്റ്, ഹെഡിൻ്റെ നേരെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഹൈ ബീം ഓഫ്. അപ്പോൾ നമുക്കത് ഇവിടെ ആ ഗ്ലാസ്സിൽ കൂടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഹൈ ബീം ഓൺ ഓഫ്. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പാഡിൽ ഷിഫ്റ്ററാണ്. ഈ പാഡിൽ ഷിഫ്റ്റർ കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതൊരു EV വാഹനമാണ്. നമുക്ക് ഏത് രീതിക്ക് റീജൻ സെറ്റ് ചെയ്യണം അതിനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം പ്ലസ്സിലൊന്ന് പ്രസ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, 1 2 3 and 4 ഇറ്റ്സ് എ മാക്സിമം. ഒന്നുകൂടെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ആണ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്കത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മൈനസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 2 1. റീജൻ മാത്രമല്ല, ഇതിനകത്തുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജൻ ലെവൽ 1 2 3 കഴിഞ്ഞാൽ പിന്നെ പെഡൽ, അതായത് സിംഗിൾ പെഡൽ എന്ന് പറഞ്ഞൊരു മോഡ് ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ബ്രേക്കും ആക്സിലറേറ്ററും ഒന്നിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് പോവാതെ തന്നെ, അതായത് ഒരു വാഹനം അത്യാവശ്യം സ്പീഡിൽ പോകുന്നു, ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലോട്ട് ചവിട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പെഡൽ ആണെങ്കിൽ സിംഗിൾ പെഡൽ ഡ്രൈവ് എന്നാണ്, ആക്സിലറേറ്റർ മാത്രം ചെയ്താൽ മതി. ആക്സിലറേറ്റർ എത്രത്തോളം അപ്ലൈ ചെയ്യുന്നു വാഹനം സ്പീഡിൽ പോകും. ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ സെയിം രീതി നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ ഒരു 12.3 ഇഞ്ചിൻ്റെ 2 ഡിസ്പ്ലേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലസ്റ്റർ മീറ്ററും ഇവിടെ നമുക്ക് വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ക്ലസ്റ്റർ മീറ്ററിൻ്റെ കംപ്ലീറ്റ് സെറ്റിങ്സ് വരുന്ന ഈ ഒരു പോർഷനിലാണ്. ഇവിടെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ് വരുന്ന വോളിയം അപ്പ് ആൻഡ് ഡൗൺ. ഇതെല്ലാം നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ വരുന്ന എല്ലാം ക്ലസ്റ്റർ മീറ്ററിൻ്റെ സെറ്റിങ്സ് ആണ്, നമുക്കതേ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഓടാൻ വേണ്ടിയുള്ള 178 കിലോമീറ്റർ ഓടാൻ പറ്റും. 39% ഇപ്പം നിലവിൽ ഇതിൻ്റെ ചാർജ് വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഡ്രൈവ് മോഡ് ഏത് വേണം, സ്പോർട്സ്, നോർമൽ, ഈക്കോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയെടുക്കാൻ സാധിക്കും. അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കാര്യങ്ങളും നോക്കിയെടുക്കാം. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് കാണിച്ചു തരാം. EV എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ EV എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ബാറ്ററിയുടെ ചാർജ്, ഈ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും, AC ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കിലോമീറ്റർ, AC ഓൺ ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻസ്. 150 മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഒരു EV ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ ഓരോ സ്റ്റേഷൻസും ഇത് കാണിച്ചു പോകും. അതൊരു ഭയങ്കര വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ നോക്കിയെടുത്തോളം. അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ക്ലൈമറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ACയുടെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അല്ലാതെ ഇതിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം, ഫാനിൻ്റെ സ്പീഡിൻ്റെ കൺട്രോൾ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഏത് സ്പീഡിൽ സെറ്റ് ചെയ്യണം, ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തൽക്കാലം ഏതായാലും AC ഓഫ് ചെയ്തിടുകയാണ്. AC ഓഫ് വരെ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു കിടു ഫീച്ചറാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാവിഗേഷന്, ക്വയറ്റ് മോഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡ്രൈവർക്ക് മാത്രം പാട്ട് കേട്ട് ബാക്കിലുള്ളവർക്കൊന്നും ഡിസ്റ്റർബൻസ് വരാത്ത, ബാക്കിലത്തെ സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം ഓഫായി ഡ്രൈവറുടെ സ്പീക്കർ മാത്രം വളരെ സൗണ്ട് കുറച്ച് വെക്കുന്ന ഒരു ഫീച്ചറിനെയാണ് ക്വയറ്റ് മോഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഫോൺ പ്രൊട്ടക്ഷൻ, വോയിസ്, കിയ കണക്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഏതായാലും ഫീച്ചർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സാണ്, അതായത് ഫീച്ചർ റിച്ച് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തൊട്ട് താഴെ നമുക്ക് 2 AC വെൻസ് കാണാൻ സാധിക്കും. ഏതായാലും ഇതൊക്കെ ഭയങ്കര ഒരു വലിയൊരു ഫീലാണ്. പക്ഷേ ഇത് നമുക്ക് നല്ല രീതിക്ക് ഇതേ ക്ലോസ് ചെയ്തിടാനൊക്കെ സാധിക്കും. അതായത് വലിയൊരു ചങ്കി ഫീലായിട്ട് തോന്നും, പക്ഷേ ക്യൂട്ടാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു സിൽവർ ഫിനിഷ് പോലെ നമുക്ക് വരുന്ന കാണാൻ സാധിക്കും. ഏതായാലും സംഗതി നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആംബിയൻ ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് ആ ഡോറിലോട്ടാണ് അതിൻ്റെ അപ്രോച്ച് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്വിച്ചസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ടച്ചാണ് വരുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്വാപ്പ് പോലെയാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഇൻ്റർചേഞ്ചബിൾ ടൈപ്പാണ്. ഇപ്പം നമുക്കിവിടെ കിട്ടുന്നത് മുഴുവൻ നമ്മുടെ ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതായത് റേഡിയോ ആണെങ്കിലും മീഡിയ ആയിക്കോട്ടെ എല്ലാം നമുക്ക് ഇൻഫർടൈൻമെൻറ്റിന് വേണ്ടിയുള്ളതാണ്. ഇത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് ACയുടെ ക്ലൈമറ്റ് കൺട്രോളായി. അതായത് ACയുടെ ടെമ്പറേച്ചർ എത്ര വേണമെന്നുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ വേണമെങ്കിൽ ഓട്ടോയിൽ തന്നെ ഏത് ഓട്ടോ, അതായത് ഫുള്ളി ഓട്ടോ വേണോ അതോ സെമി ഓട്ടോ വേണോ അതോ ഏറ്റവും ലോ ആയിട്ടുള്ള രീതിക്കുള്ള ഓട്ടോ വേണോ, ഫ്രണ്ട് ബാക്ക് ഡീഫോക്കസ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈവർ ഉള്ളി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിലെ മാത്രം, അതായത് ഈ ഒരു സൈഡും ഈ ഒരു സൈഡിലെ മാത്രം തണുപ്പ് വരത്തുള്ളൂ, ബാക്കി ഫുള്ള് ഓഫ് ആയിരിക്കും. അതിനാണ് ഡ്രൈവർ ഉള്ളി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാം. പിന്നെ ഏതൊരു പൊസിഷനിൽ എയർ വരണം അതും വളരെ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. AC ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഇനി ഇത് ഫുള്ള് നമുക്ക് ബ്ലോവർ ഓഫ് ചെയ്യണമെങ്കിൽ ബ്ലോവർ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിച്ച് മാറ്റി റേഡിയോ കൺട്രോൾ ചെയ്യണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇത് ഡ്രൈവിംഗ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇതിലോട്ട് വന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറയുമ്പോൾ അത്ര സിമ്പിളല്ല, കുറച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് കാര്യമായിട്ട് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. കാരണം ഇതൊരു വെറൈറ്റി തന്നെയാണ്. ഒറ്റ കാര്യത്തിൽ തന്നെ നമുക്കത് ചേഞ്ച് ചെയ്ത്
സെറ്റിങ്സ് മാറ്റാമെന്നുള്ളൊരു കാര്യം അത് കിടുവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 12 വോൾട്ട് 180 വാട്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ USB A ടൈപ്പും ഒരു C ടൈപ്പും വരുന്നുണ്ട്. ഇതൊരു ചാർജറാണ് വരുന്നത്. ഈ ഒരു USB വരുന്നത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയേർഡാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് ആ വയേർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ടൈപ്പ് സെൻട്രൽ കൺസോളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ആ ഒരു സെൻട്രൽ കൺസോളിൽ തന്നെ 2 സൈഡിലെയും സീറ്റുകളിൽ വെന്റിലേറ്റഡ് സീറ്റിൻ്റെ സ്വിച്ചസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ 2 സൈഡിൽ അതിൻ്റെ സ്പീഡ് നമുക്ക് ഇവിടുന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പാർക്ക് സെൻസർ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിടാൻ സാധിക്കും. ഹിൽ ഡിസെൻറ്റ് കൺട്രോളാണ് ഈ വരുന്നത്. നമ്മളൊരു നല്ല കുത്തനെയുള്ള ഇറക്കമൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പോലും അപ്ലൈ ചെയ്യേണ്ട, വാഹനം തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഇറങ്ങി വരുന്നതാണ് ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നത്. അതുപോലെ തന്നെ പാർക്ക് മോണിറ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 360 ഡിഗ്രി ക്യാമറ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡോർസ് എല്ലാം ഓപ്പൺ ആയതുകൊണ്ടാണ് ഈ 2 സൈഡിലെ പോർഷൻ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം. അത് നമുക്ക് ഏത് വേണമെങ്കിലും മാറ്റണമെങ്കിൽ അത് മാറ്റി നമുക്ക് അതിൻ്റെ മോഡുകളൊക്കെ വളരെ വ്യക്തമായിട്ട് വേണ്ട. ഇവിടെ സൂം ചെയ്യണമെങ്കിൽ സൂം ഇൻ ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി 3D വ്യൂ ആണ് നമുക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ 3D ആയിട്ട് തന്നെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോ ഹോൾഡ് ഫീച്ചർ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് ഫീച്ചറിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. ഓട്ടോ ഹോൾഡ് ഫീച്ചർ എന്താണെന്നുള്ളത്, വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ കൊടുത്തേക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഷട്ടർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഷട്ടർ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് നോക്കിക്കോണം. കേട്ടോ, ടടേൻ. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു കപ്പ് ഹോൾഡർ കാണുന്ന സമയത്ത് ഇതൊരു കപ്പ് ഹോൾഡർ ആണോ ഒരു ബോട്ടിൽ ഹോൾഡർ ആണോ എന്നൊരു ഡൗട്ട് നമുക്ക് വരും. അത്രയും വലിയ ഏരിയ ആണ്. പക്ഷേ നമ്മൾ ചെറിയൊരു കപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ചെറിയ കപ്പ് വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുഷ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സംഗതി ഇങ്ങനെ ഇറങ്ങി വന്നത് കണ്ടോ. ഇനി ഈ ഒരു പോർഷനകത്ത് നമുക്ക് എന്തെങ്കിലും വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചെറുതായി. ഒരു സൈഡിലൊരു കപ്പോ വല്ലതും വെക്കാം. ഇവിടെ ഒരു വലിയ ബോട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാൻ സാധിക്കും. ഞാൻ ഇതും തിരിച്ച് വെച്ചതിന് ശേഷം ഇതങ്ങ് ക്ലോസ് ചെയ്യാണ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് തുറക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റിൻ്റെ താഴെ ഒരു ചെറിയൊരു കൺസോള്. ഇതിനകത്ത് അത്യാവശ്യം ഏരിയ ഉണ്ട്. നമുക്ക് സാധനമൊക്കെ വെക്കാൻ പറ്റുന്നൊരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ അതും സംഗതി കിടു തന്നെയാണ്. ഇനി ഈ വാഹനത്തിൽ വരുന്ന സൺവൈസർ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസോ ഒന്നും തന്നെ നമുക്കില്ല, ഫ്രീ ആണ്, വേക്കൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സൺ ഗ്ലാസ് ഹോൾഡർ കാണാൻ സാധിക്കും. നമുക്കിവിടെ 2 റീഡിംഗ് ലാമ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിനെ ഞാൻ കാണിക്കുന്നത്, അതായത് നമ്മുടെ പനോരമിക് സൺറൂഫ്. യെസ്, പോകുന്ന പോക്ക് കണ്ടോ, അങ്ങറ്റം വരെ പോകുന്ന കണ്ടോ. സംഗതി എങ്ങനെയുണ്ട്, കിടുവല്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടാണ് അത് ഓടിപ്പോകുന്നത്. ഇത് എൻ്റെ ഒരു അറിവിൽ എനിക്കിതുപോലെ ഞാൻ ഫാസ്റ്റായിട്ട് കണ്ടിട്ടുള്ളത് ഹുണ്ടായുടെ ട്യൂസോൺ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇത്രയും ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഹുണ്ടായി ഇവിടെ ബന്ധപ്പെടുത്തിയാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഹുണ്ടായുടെ കാര്യം എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണക്ട് ഇവിടെ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും രീതിക്കുള്ള എമർജൻസിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഇവർ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ തന്നെ SOSും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. തന്നെ നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് ഒരു ലിവർ കാണാൻ സാധിക്കും. ഇത് ശരിക്കും ഒരു ഡ്രൈവ് ബൈ വയർ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഓൺ ഓഫ് വരുന്ന ഈ ഒരു പൊസിഷനിലാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഓൺ ഫീച്ചർ. ഈ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പാർക്ക് മോഡിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ്, ന്യൂട്രൽ, പിന്നെ റിവേഴ്സ്, ഈ 3 മോഡുകളും നമുക്ക് ഇങ്ങനെ തിരിച്ചാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഹുണ്ടായി ക്രെറ്റ EVയുടെ സെയിം രീതിക്ക് ഡ്രൈവ് ബൈ വയറിൻ്റെ ഫെസിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഈ ഫ്ലോട്ടിംഗ് ടൈപ്പൊക്കെ എനിക്ക് അതിൻ്റെ ഒരു റിസംബലൻസ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടെ ഒരു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ഒരു സൈഡിലും ഇങ്ങനെ ചുറ്റും വരുന്നുണ്ട്. ഏതായാലും അതൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഡ്രൈവർ സൈഡിലോട്ട് ഇരിക്കാം. ഏതായാലും ഞാൻ സീറ്റ് ഒന്ന് ഓക്കെ, ഇപ്പം ഞാൻ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, കാലേ മുട്ടിയിട്ടില്ല. ഓക്കെ, ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് അതെടുത്തിട്ട്. വെൻറ്റിലേറ്റഡ് അല്ല, നോർമലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത്യാവശ്യം ഒരു നോർമൽ ടൈപ്പ് ഗ്ലോ ബോക്സ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരുപാട് സ്ഥലം ഉണ്ടെന്ന് പറയത്തില്ല. ഒരു നോർമൽ
സൈസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഈ പറയുന്ന പോലെ മൊബൈൽ ചാർജറൊക്കെ ആക്സസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ള നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഇതൊക്കെ ശരിക്കും ഒരു ഡിസൈൻ ബേസ് മാത്രമാണ്, അല്ലാതെ ഇത് നമുക്ക് ഒരു രീതിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു ഡിസൈൻ ബേസ് ആണ് വരുന്നത്. ഇവിടെ മേളിലും ഒരു സ്പീക്കർ നമുക്ക് അവൈലബിൾ ആണ്. ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് രണ്ട് സൈഡിലും, അതായത് ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും എനിക്ക് ആംറസ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം ചാരൊക്കെ നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ട് വരാം. ബാക്ക് സൈഡിലാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷങ്ങളൊക്കെ ഇരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ ബാക്കിലത്തെ സീറ്റ്, അതായത് ബോസ് സീറ്റ്. ബോസ് സീറ്റോ അതെന്നാ ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഞാനിവിടെ ഇപ്പോൾ വന്നിരുന്നു. ഇവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കുള്ളൊരു ഗുണം, ഇപ്പം ഞാനൊരു മുതലാളിയാണ്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും കൊണ്ടുപോകാം. അപ്പം ഞാനിപ്പം എൻ്റെ ഒരു പൊസിഷനിലിട്ടു. ഇത് റിക്ലൈൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും എനിക്ക് റിക്ലൈൻ ചെയ്ത്, അതായത് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ കണ്ടാൽ അറിയാം, ഇത് ഫുൾ റിക്ലൈൻഡ് അല്ല, ഇതൊരു സെമി റിക്ലൈൻഡ് ആണ്, സ്ട്രെയിറ്റ് അല്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ എനിക്ക് അത്യാവശ്യം കിടക്കാൻ സാധിക്കും. ഇതല്ല ഞാൻ പറയാൻ വന്ന കാര്യം. ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണ്ട്, ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ സീറ്റിനെ ഏറ്റവും ഫ്രണ്ടിലോട്ട് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കാല് വെച്ച് ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്. വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കും. പക്ഷേ ഫ്രണ്ടിൽ ആളില്ലെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞൊരു കാര്യം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒന്ന് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ തള്ളി വയ്ക്കാം. അതുപോലെ തന്നെ ഡോറ് തുറക്കുമ്പോഴേ നല്ല രീതിക്ക് ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല രസമാണ്. കാരണം എന്താ, കിയ എന്നുള്ള എഴുത്തും തറയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി ഇറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് രണ്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയൊരു വെട്ടം ഇവിടെയും അവൈലബിൾ ആണ്, ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിനകത്തോട്ട് കയറി വരുന്ന സമയത്ത് ബാക്ക് സൈഡിലും, മിക്കവാറും നമ്മൾ ഫ്രണ്ട് സൈഡിലൊക്കെ കാണാറുണ്ട്, പക്ഷേ ബാക്കിൽ ഇത് അടിപൊളിയാണ്. കാരണം അകത്തോട്ട് ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോൾ കാല് വയ്ക്കുന്ന പോർഷനിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് AC ബ്ലോവർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇവിടെ. അത് നല്ലൊരു പോർഷനാണ്. കാരണം ഇവിടെ ബ്ലോവർ സ്പീഡ് കൺട്രോൾ ചെയ്താലും ബ്ലോവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഇവിടെ മേളിലുണ്ട് അതിൻ്റെ വെൻറ്റ്. ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഉണ്ട്, അതുപോലെ തന്നെ അത് ഈ ഒരു സൈഡിലും നമുക്ക് അവൈലബിൾ ആണ്. സെക്കൻഡ് റോയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഇപ്പോൾ തൊട്ട് പുറകിലിരിക്കുന്ന ഈ ഒരു സീറ്റിലെ AC വെൻ്റെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടത് ഇവിടെ നമുക്ക് വേണ്ട സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് രണ്ട് ടൈപ്പ് ചാർജിങ് പോർട്ട് കാണാൻ പറ്റും. ഇതാണ് ഒരു കീടു സാധനം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ ടു ലോഡാണ് ഈ വരുന്നത്. വെഹിക്കിൾ ടു ലോഡ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ ലാപ്ടോപ്പോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഈ വാഹനത്തിൻ്റെ പുറത്ത് ലാപ്ടോപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ചാർജ് തീർന്നാൽ എന്ത് ചെയ്യും, ഇവിടെ കുത്തിയിടാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 230 വോൾട്ട് 16 ആംപിയർ നമുക്ക് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. വെഹിക്കിൾ ടു ലോഡ് ഇവിടുന്ന് മാത്രമല്ല നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം, നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടോണം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എയർ പ്യൂരിഫയർ ആണ്. നമുക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിനകത്തുള്ള എയറിനെ ഇത് പ്യൂരിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. കാരണം പിള്ളേരും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് വാഹനത്തിനകത്ത് പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നല്ല ദൂരം യാത്ര ചെയ്യുമ്പോൾ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ പുറകെ ഇരിക്കുന്നതിന് ഒരു കാര്യം പറയട്ടെ, ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു 40ലും ഇതൊരു 60 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് അവൈലബിൾ ആണ്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നില്ല. പക്ഷേ ഈ ഒരു ആംറസ്റ്റ് വരുന്നുള്ളതുകൊണ്ട് തന്നെ സെൻട്രൽ പാസഞ്ചറിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത്ര അങ്ങോട്ട് കംഫോർട്ടബിൾ ആയിരിക്കത്തില്ല. റൈറ്റും ലെഫ്റ്റും കംഫോർട്ടബിൾ ആണ്, ബട്ട് സെൻറ്റർ സീറ്റ് അത്രയും കംഫോർട്ടബിൾ അല്ല. അതും ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. പിന്നെ നമുക്കിത് റിക്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, അതായത് ബാക്ക് റോയിലോട്ട് കയറണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ബട്ടൺ കണ്ടോണം, ഇതൊരു ഇലക്ട്രിക് സ്വിച്ചാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ പൊങ്ങി തരും. അപ്പം നമുക്കിങ്ങനെ സുഖമായിട്ട് ഇതിലെ കയറാനും സാധിക്കും. സംഗതി കിടുവല്ലേ. വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഏതായാലും തേർഡ് റോയുടെ ഇരിപ്പതേ ഇങ്ങനെയാണ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു സൈഡിലോട്ട് പോവുകയാണ്. അപ്പം എൻ്റെ ഒരു ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണാം. പക്ഷേ ഈ ഒരു സീറ്റ് ഞാൻ ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ്. ഞാനത് എടുത്ത് പറയാം, കാരണം ഞാൻ ഫ്രണ്ടിലും കൂടെ ഇരുന്ന് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാം. ഹെഡ് റെസ്റ്റ് എനിക്ക് വേണ്ട ഒരു ഹൈറ്റിൽ ഇവിടെ സെറ്റ് ചെയ്തിടാൻ സാധിക്കുന്നുണ്ട്. ഞാൻ വലിയ നീളമുള്ളൊരു വ്യക്തി അല്ലാത്തതുകൊണ്ട് എനിക്കിപ്പം കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരിക്കാം. 2 AC വെൻറ്റുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കിഷ്ടത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ 2 ലൈറ്റുകളും ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതും ഒരു ഫീച്ചറാണ്. 2 ക്വാർട്ടർ ഗ്ലാസസും എനിക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു
ലൈറ്റ് ഈ ഒരു പോർഷനിലും ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ട് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സോ മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിവിടെ വെക്കാനും സാധിക്കുന്നുണ്ട്. അതും ഒരു കീഡ് ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലൊരു ചെറിയ ഹുക്ക് നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ഹുക്ക് ചെയ്യാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സൈഡിലും നമുക്കത് അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇതേ പോസ്ചറിൽ നേരെ ഈ ഒരു സീറ്റ് വന്നിരിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ഈ സീറ്റ് ഇങ്ങനെ ഇട്ടു, ഇതങ്ങോട്ട് പൊക്കി വെച്ചു. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു സീറ്റാണല്ലോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ അത്യാവശ്യം ഓക്കെ ഫീൽ തന്നെയാണ്. കാലിടിക്കുന്നില്ല, നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. തൈ സപ്പോർട്ട് ഒരു ഓക്കെ ഫീലാണ്. അത്രയും അടിപൊളിയാണെന്ന് പറയത്തില്ല, പക്ഷേ തീരെ മോശമല്ല. നല്ലൊരു രീതിക്കൊരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാരണം എൻ്റെ തൈ സപ്പോർട്ട് നല്ല പക്കയായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ എനിക്കിത് റിക്ലൈൻ ചെയ്യാം. ഞാൻ റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പുറകെ ഇരിക്കുന്ന ആൾക്ക് പണി കിട്ടും, അതൊരു പ്രശ്നമാണ്. അപ്പം ഒരു നോർമൽ രീതിക്ക് ഇരിക്കാനാണെങ്കിൽ 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. അതായത് ഡ്രൈവർ, കോ ഡ്രൈവർ, ഇവിടെ 3 പേർക്ക്, 3 പേരെന്ന് പറഞ്ഞാൽ എൻ്റെ സൈസിനുള്ള 3 പേർക്ക് വലിയ കുഴപ്പമില്ല. പുറയിൽ 2 പേർക്ക്, അപ്പം 3, 4, 5, 6, 7 പേർക്ക്. ഒരാൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് വേണമെങ്കിൽ പുറകിൽ ഇരിക്കാം. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ താഴെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ടുള്ള പോക്കറ്റ്, ഒരു ചെറിയൊരു പോക്കറ്റ്, മൊബൈൽ ഹോൾഡറോ ഫോണോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഈ സൈഡിലും അതുപോലത്തെ ഒരു ഗ്യാപ്പേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ തൊട്ട് മേളിലായിട്ട് എന്തെങ്കിലും പെന്നോ കാര്യങ്ങളൊക്കെ വല്ലതും വെക്കാനുള്ളൊരു പോർഷൻ മാത്രം നമുക്കിവിടെ കിട്ടത്തുള്ളൂ. ഈ തൊട്ട് താഴെ നമുക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഇറക്കി വെക്കാൻ വേണ്ടൊരു ചെറിയൊരു പോർഷൻ, വലിയൊരു സംഭവം എന്ന് പറയാനില്ല, ചെറിയൊരു പോർഷൻ മാത്രം കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്തിടാം. ബാക്കിലത്തെ 2 സൈഡിലെയും ഗ്ലാസ്സുകളിൽ നമുക്ക് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ഇത് മാനുവലായിട്ട് നമ്മൾ തന്നെ ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുക, ആവശ്യം കഴിയുമ്പോഴത്തേക്കും പൊക്കി തിരിച്ച് ഇതിലോട്ട് വയ്ക്കുക. അത് ഇവിടെ അവൈലബിൾ ആണ്. ആ ഒരു സൈഡിലെ ഗ്ലാസ്സിലും നമുക്കത് കിട്ടുന്നുണ്ട്. ബാക്കിലത്തെ 2 സൈഡിലും നമുക്കിതുപോലെ ചെറിയ 2 റീഡിംഗ് ലാമ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. AC വെൻറ്റിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ബാക്കിലും നമുക്കിത് അവൈലബിൾ ആണ്. നമുക്കിതിൻ്റെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് നമുക്കിവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനം 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. ഡ്രൈവർ സൈഡ്, കോ ഡ്രൈവർ സൈഡ്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് പില്ലേഴ്സ്, 2 സീറ്റുകളിലും നമുക്ക് എയർ ബാഗ് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് തന്നെയാണ് ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം ഒന്ന് കാണാം. കിടുവല്ലേ? അതായത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഞാൻ നോക്കിയെടുത്തോളം ഇതിന് ന്യൂമാറ്റിക് ആയിട്ട് 2 സ്ട്രട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹുഡിനെ പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യം നമുക്കിവിടെ വരുന്നില്ല. നല്ലൊരു ഓപ്ഷനാണ്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ ബൂട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഫ്രങ്ക് വരുന്നുണ്ട്. 25 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജർ യൂണിറ്റും ഇത് ഞാൻ പൊതുവെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് വെഹിക്കിൾ ടു ലോഡാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു ഡിവൈസ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വേണ്ടി കറണ്ട് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഇതിൽ നിന്ന് സപ്ലൈ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗണ്ണാണ് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സംഗതി. ഇത് നേരെ ഇതിലോട്ട് കണക്ട് ചെയ്യുക. നമ്മുടെ വീടുകളിലേക്ക് കറണ്ട് എടുക്കാൻ വേണ്ടി വേണ്ട ഈ ഒരു 230 വോൾട്ട് ഔട്ട്പുട്ട് പോലത്തെ ഈ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് കറണ്ട് എടുക്കാൻ സാധിക്കും. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ക്യാമ്പ് ചെയ്യാനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു യൂണിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ. നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഫ്രങ്ക് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇവിടെ ഒരു ലോക്ക് ബട്ടൺ നമുക്ക് കാണാം. ഈ ഒരു ലോക്ക് അപ്പ് ചെയ്താൽ മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ മാക്സിമം ലോഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 10 kg എന്നുള്ളൊരു വ്യക്തമായിട്ടൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു നോർമൽ ബാറ്ററി കാണാൻ സാധിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ പർപ്പസിനൊക്കെ, അതായത് ബ്ലോവർ, ഫാൻ വർക്ക് ചെയ്യുക, അങ്ങനത്തെ ചെറിയ ചെറിയ ലൈറ്റിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ 12 വോൾട്ട് വേണ്ട കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഈ ലൈറ്റൊക്കെ 12 വോൾട്ടാണ്. ആ ഒരു 12 വോൾട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു ബാറ്ററി നിന്നാണ് എടുക്കുന്നത്. ഈ ഒരു ബാറ്ററി ഡ്രൈവിങ്ങിൻ്റെ ടൈമിൽ ചാർജ് ആയിക്കോളും. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഓറഞ്ച് കേബിൾസ് കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ ഹൈ വോൾട്ടേജ് കേബിൾസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഫ്യൂസസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മെയിൻ ഫ്യൂസസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാർജിങ് പോർഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അതിനൊരു അഡീഷണലായിട്ട്, അതായത് ഇത് ഏതെങ്കിലും രീതിക്ക് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ ഓപ്പൺ ആകുന്നതായിരിക്കും. അതെല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂളൻ്റെ സർക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ട്, കൂളൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനും സ്ക്രീൻ വാഷ് ഫില്ല് ചെയ്യാനുള്ള പോർഷനും ബ്രേക്കിൻ്റെ ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള പോർഷനും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോട്ട് 4 ബ്രേക്ക് ഫ്ലൂയിഡാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. ഇത് ക്ലോസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ദാറ്റ്സ് ഓൾ.
അങ്ങനെ സൺറൂഫ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇനി ഈ വാഹനം ഒന്ന് ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അറിയാം സൺറൂഫ് ഓപ്പൺ ആണ്. ഓക്കെ, ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ലോക്ക് അടഞ്ഞു, സൺറൂഫ് അടഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ആ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവും, സൺറൂഫ് അടഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കീയുടെ ഫീച്ചറും കൂടെ നമുക്കൊന്ന് പറയാം. അതായത് കിയ കാരൻസ് ക്ലാവിസ് EVയുടെ കീ ഇതേ നമുക്ക് കാണാൻ സാധിക്കും. കിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയും പ്ലെയിൻ ആണ്, ഇവിടെയും പ്ലെയിൻ ആണ്. പിന്നെ എവിടെയാണ്? ഇവിടെ സൈഡിലാണ് ഇതിൻ്റെ സ്വിച്ചുകൾ കംപ്ലീറ്റ് വരുന്നത്. അതായത് ലോക്ക്, അൺലോക്ക്, ഹോൾഡ് 2 ഹോൾഡ് വരുന്നുണ്ട്. ഈ ഒരു ലോക്ക് നമുക്ക് ഈ വാഹനം ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ ഒരു അൺലോക്ക് ബട്ടൺ ഈ വാഹനം അൺലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ ഹോൾഡ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ വെയിലത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ വാഹനത്തിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി, അഥവാ AC ഒന്ന് ഓൺ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഹോൾഡ്. ഇത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിക്കി തുറക്കാൻ വേണ്ടിയാണ് പ്രസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ രസം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ വാഹനം ഒന്ന് ലോക്ക് ചെയ്യാണ്. ഇനി ഞാൻ ഈ വാഹനത്തിൻ്റെ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ശ്രദ്ധിച്ചോണം, ലോക്ക് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. എല്ലാ ഗ്ലാസ്സുകളും ഓട്ടോമാറ്റിക്കായിട്ട് താഴും. ഇനി ഞാനിതൊന്ന് ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. ശ്രദ്ധിച്ചോണം, എല്ലാ ഗ്ലാസ്സുകളും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പാവും. കിടുവല്ലേ? അതുപോലെ തന്നെ കീയുടെ താഴെ ഇങ്ങനെ ഒരു ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കീ ഊരിയെടുക്കാൻ സാധിക്കും. ഏതെങ്കിലും രീതിക്ക് ഈ ഒരു കീയുടെ ബാറ്ററി തീരുകയോ അല്ലെങ്കിൽ ഈ കീ കൊണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നേരെ കീ ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഈ വാഹനം അൺലോക്ക് ചെയ്ത് വാഹനത്തിനകത്തോട്ട് കയറാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സ്പീഡും കൂടെ പറയുകയാണെങ്കിൽ 0 to 100 വരുന്നത് 8.4 സെക്കൻഡിനുള്ളിലാണ് ഇതിൻ്റെ ഒരു സ്പീഡ് ഗെയിൻ ചെയ്യുന്നത്. ഈ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ വാഹനം ലോക്കാക്കി ഇട്ടിരിക്കുകയാണ്. ഞാൻ ഈ ഹോൾഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. നിങ്ങളിത് ആ മീറ്റർ ഒന്ന് നോക്കിക്കോണം. യെസ്, കണ്ടോ, അതിപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കോണം. റെഡി എന്ന് എഴുതി കാണിക്കുന്നത് അതിൻ്റെ AC കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓണാണ്, ആ ഒരു പൊസിഷനാണ്. പക്ഷേ ഈ വാഹനം ഇപ്പോഴും ലോക്ക്ഡാണ്. നമുക്ക് ഈ വാഹനത്തിലോട്ട് കയറാൻ സാധിക്കത്തില്ല. കിടുവല്ലേ? അങ്ങനെ കിയ കാരൻസ് ക്ലാവിസ് EVയുടെ ഒരു ഡീറ്റെയിൽഡ് വാക്ക് റൗണ്ടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഒരു വാക്ക് റൗണ്ട് മാത്രം ഇന്ന് സാധിച്ചുള്ളൂ. ഏതായാലും ഈ വാഹനത്തിൻ്റെ വാക്ക് റൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളല്ല ഇതിനകത്ത് നമുക്ക് എടുത്ത് പറയാനുള്ളൂ. ഇത്രയും അധികം ഫീച്ചേഴ്സ് തിക്ലി പാക്ഡ്. ശരിക്കും ഇത് നമ്മുടെ ഹുണ്ടായി EVയുടെയൊക്കെ സെയിം ബാറ്ററി പാക്ക് തന്നെയാണ് നമുക്ക് വരുന്നത്. ബാറ്ററി പാക്ക് വരുന്ന 2 ബാറ്ററി പാക്സ് അവൈലബിൾ ആണ്. ഒരു 42 kWh കിട്ടുന്നുണ്ട്, 51.2 kWh കിട്ടുന്നുണ്ട്. അതായത് 2 റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ ബാറ്ററി പാക്കിൽ വരുമ്പോൾ 409 കിലോമീറ്ററും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി വലിയ ബാറ്ററി പാക്കിലോട്ട് പോകുകയാണെങ്കിൽ 490 കിലോമീറ്ററും നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. മര്യാദയ്ക്ക് ഓടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 480 സുഖമായിട്ട് കിട്ടും. കാരണം റീജനറേറ്റീവ് മോഡൊക്കെ കൃത്യമായിട്ട് നോക്കി പോകാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റേഞ്ച് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊടുത്തേക്ക്. കാരണം ഇതുപോലൊരു 7 സീറ്റർ ഇലക്ട്രിക് വാഹനത്തിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ്, വേരിയൻസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കിയയുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തേക്കാം. ഏതായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരെ വിളിച്ചൊന്ന് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്ത് ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചിങ്ങിൻ്റെ ആണെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഉള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് കുറച്ചുകൂടെ കുറവായിരിക്കും. ഏതായാലും ഈ വാഹനം കൂടുതൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി റേറ്റ് കൂടും.